ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറും 5 മിനിറ്റ് കൊണ്ട് ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നതാണെന്ന് ഞാൻ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. ഈ ചമ്മന്തി ഉണ്ടാക്കാൻ നല്ലോണം പഴുത്തിട്ടുള്ള 2 തക്കാളി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. 6 ചുവന്ന ഉള്ളി, 5 വെളുത്തുള്ളി അല്ലി. ഇത് വലിയ ഉള്ളി അതിനെക്കൊണ്ട് ഞാനിതൊന്ന് നടുക ചീന്തിയെടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ തക്കാളീൻ്റെ ഓരോ പീസുകളായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഇപ്പോൾ 4 തക്കാളി പീസുകൾ അതിലിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളി ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ആ തോലൊക്കെ ഒന്ന് നല്ലോണം ചുക്കി ചുളിഞ്ഞ് വരണം കേട്ടോ. നല്ലോണം ഒന്ന് ഫ്രൈ ആവണം. ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ അത്. നല്ല ടേസ്റ്റുമാണിത് ഇതിൻ്റെയൊക്കെ കൂടെ കൂട്ടാനായിട്ട്. ഇപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ പിടിച്ചിട്ടില്ല. ഉള്ളിയൊക്കെ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ തക്കാളിയും ഉള്ളിയും മുളക് പൊടിയൊക്കെ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കുക. ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കണം. ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ടാണ് ഇട്ട് അരച്ചെടുക്കേണ്ടത്. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ളൊരു തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ദോശയ്ക്കാണ് കേട്ടോ ഞാൻ ഈ ചമ്മന്തി ഉണ്ടാക്കിയത്. സൂപ്പർ ടേസ്റ്റാണ്. അതുകൊണ്ട് ഇതുപോലെ ഒരു ചമ്മന്തി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റണമെന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ.